തലസ്ഥാനത്തെ ഏറെ തലയെടുപ്പുള്ള ആനയാണ് ഉള്ളൂർ കാർത്തികേയൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആനയുടെ ആരോഗ്യം വളരെയധികം മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്കിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ചേട്ടാ, എന്താണ് നിലവിലെ അവസ്ഥ? നമ്മുടെ ഈ ആനയ്ക്ക് വയസ്സെന്ന് പറഞ്ഞാൽ 55 വയസ്സിൻ്റെ അകത്ത് മേലെയുണ്ട്. പക്ഷേ നാട്ടിലുള്ള നമുക്ക് നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്ത് വേണം ഈ ദേവസ്വം ബോർഡിനെ കൂടി ചേർന്നാണ് ഈ ആനയെ നടക്കിയിരുത്തിയത്. പക്ഷേ ഈ ആനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആന തറയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ 4 കാലിലും പഴുപ്പ് കയറി പുഴു അരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പല പ്രാവശ്യം ദേവസ്വം ബോർഡിന് ഞങ്ങൾ അവതരിപ്പിച്ചു. നാട്ടുകാരെല്ലാം കൂടെ പ്രശ്നമുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലൊരു ഉപദേശ സമിതി ഇല്ല. ഉള്ളൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആനയാണ് ഈ ഉള്ളൂർ കാർത്തികേയൻ. നിലവിൽ ഇവിടെ കമ്മിറ്റി നിലവിലില്ലാത്തത് കാരണം ഇവിടെ ദേവസ്വം ബോർഡിലെ സബ് ഗ്രൂപ്പ് ഓഫീസറും AC കൂടെ ചേർന്നാണ് ഇപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഈ അവസ്ഥയിൽ ആന ഇവിടുന്ന് മാറ്റിക്കെട്ടണം എന്നുള്ളൊരു അവസ്ഥ വന്നു. കാര്യം വെച്ചാൽ ഉദാഹരണത്തിന് തറ മൊത്തം പുഴുവരിച്ച് വൃത്തിയേടായി കിടക്കുന്നതുകൊണ്ട് വൃത്തിയാക്കാൻ ആന നിൽക്കുന്ന അവസ്ഥ മോശപ്പെട്ട രീതിയിലാണ്. അപ്പോൾ ഈ ആനയെ കഴക്കൂട്ടത്തെ ഭാഗത്ത് ഒരു 15 ദിവസത്തേക്ക് മാറ്റി നിർത്തണം എന്നുള്ളൊരു ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഓർഡർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പറയുന്നത് സത്യമാണ്, ഒരു ആനക്കാരൻ മാത്രമേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയാണ്. ഒരു 3 ആനക്കാരെങ്കിലും ഈ ആനയ്ക്ക് വേണമെന്നാണ് നിയമമുള്ളത്. പക്ഷേ ഒരു ആനക്കാരനെ വെച്ച് ഇവിടെ നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടിയന്തരമായിട്ട് 2 പാപ്പാന്മാരെ ഇത് നിയമിച്ചുകൊണ്ട് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഈ ആന കൂടിപ്പോയ 1.5 മാസത്തിനകത്ത് അമ്പലപ്പുഴ ആന ചരിഞ്ഞ മാതിരി ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഇത് ചരിയാനുള്ള സാധ്യതയുണ്ട്. ആഹാരം പോലും കിട്ടാത്തൊരവസ്ഥയിലായി. നിങ്ങൾ തന്നെ അറിയാം, ഒരു ദിവസം നോക്കിയാൽ 60 മടലോളം കഴിക്കുന്ന ഒരു ആനയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ചോദിച്ചാൽ ഇവരാരും ഒന്നും പറയത്തുമില്ല. കാരണം ആനയുടെ സാധാരണ മതപ്പാട് കഴിഞ്ഞ് ആനയെ അഴിക്കുമ്പോൾ ആന നിൽക്കുന്ന ഒരു കോലമല്ല ഇപ്പം നിൽക്കുന്നത്. AC ഓഫീസിൻ്റെ മൂക്കിന് താഴെ നിൽക്കുന്ന ഒരു ആനയാണ്. ഇവരാരും ഇതിനെപ്പറ്റി തിരിഞ്ഞു നോക്കാറോ ഒന്നുമില്ല. 2 ദിവസം മുന്നേ ഫോറസ്റ്റിനെ ഈ വിവരം അറിയിച്ചതാണ്. അവർ വന്ന് നോക്കിയിട്ട് എന്താണ് എഴുതിയിട്ടിരിക്കുന്നതെന്നുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു പാപ്പാനെ കൂടെ നിയമിച്ചിട്ട് മതി ഈ ആന ഇവിടെ നിന്ന് അഴിക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം, ഈ ആന ഇനി വേറൊരാൾ വന്ന് കെട്ടി അഴിക്കുമ്പോൾ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാതെ ഇതിനെ അഴിക്കാൻ പറ്റില്ല. ഈ ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആനയുടെ ദേഹത്ത് കൈവച്ച ആന ചരിയും. തൊട്ടടുത്തൊരു ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാർപ്പിടം ഒരുക്കിയിരുന്നല്ലോ. ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു കഥയാണത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു 10-60 സെൻറ്റ് സ്ഥലത്തിൻ്റെ നടയിൽ കൊണ്ടുപോയി. നിങ്ങൾ ഈ ആനയെ കെട്ടിയിരിക്കുന്ന തൂണും അവിടെ കെട്ടിയിരിക്കുന്ന തൂണും നോക്കണം. ആനയെ കെട്ടാനായിട്ട് ഇത് നാട്ടുകാർ കെട്ടിയതാണ്, അത് ദേവസ്വം ബോർഡ് കെട്ടിയതാണ്. ആന ഒരു പിടി പിടിച്ചാൽ ആ തൂണും എല്ലാം കൂടെ. പിന്നെ ചുറ്റുമതിലില്ല, വെള്ളമില്ല. അങ്ങനെ ഒരു ആന ഇതിനെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? ഇവിടെ നല്ല രീതിയിൽ ബന്ദോബസ്തായിട്ട് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഡ്രെയിനേജ് ഉൾപ്പെടെ ഇവിടെ ചെയ്തിരുന്നതാണ്. അതെല്ലാം ഇവർ അവിടെ ആനത്തറി വന്നെന്ന് പറഞ്ഞ് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞു. ആന ആ തറിയിൽ കിടക്കില്ല. 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ ആന ഒരു തറി കിടന്നില്ലെങ്കിൽ അത് ആനയുടെ ആരോഗ്യത്തിന് വിഷയം തന്നെയാണ്. ഡോക്ടർ ഇപ്പോൾ ഈ പാദരോഗമാണെന്ന് സ്ഥിരപ്പെടുത്തി. ഇപ്പോൾ എന്താണ് പറയുന്നത്? ഡോക്ടറുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഈ ഇതിനുള്ള കാരണം, ഈ പാദരോഗത്തിൻ്റെ കാരണം എന്തെന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഈ ആനയെ കെട്ടിയിരിക്കുന്ന തറി മാറാതെ ഈ ആനയ്ക്ക് രക്ഷ വരില്ല. 6 മാസം മുന്നേ തന്നെ ഇവരുടെ ഒരു ഡോക്ടറിൻ്റെ ഒരു ബുക്കുണ്ട് ഇവിടെ, ഡാറ്റാ ബുക്ക്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിന് മരുന്നും തുടങ്ങിയിട്ടില്ല, കാലിനുള്ള മരുന്ന് പുള്ളി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആനയുടെ ഇടത്തെ കന്നത്തിൽ ഈ മതജലം ഒഴുകുന്ന സ്ഥലത്ത് ആനയ്ക്കൊരു മുറിവ് വന്നിട്ടുണ്ട്. അത് പഴുത്ത് പുഴുവരിക്കുന്ന നിലവിലാണ്. അത് പുള്ളി അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി വന്നത് നോക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല. അത് ആനയുടെ തലച്ചോറിലോട്ട് വരെ ബാധിക്കുന്ന ഒരു മുറിവാണ്. അന്ന് കാണിച്ചു തന്ന ഞാൻ ഫോട്ടോ കാണിച്ചു തന്നു. ഞെക്കുമ്പോൾ അതിനകത്തൂടെ പഴുപ്പ് പുറത്തോട്ട് ചാടുന്നൊരവസ്ഥയാണ്. നിലവിൽ ഈ ആനയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡായാലും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നായാലും കമ്മിറ്റിയില്ല, മറ്റ് ആരും ഇതുവരെ ഇടപെടുന്നില്ല. അല്ല, ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ കുമാർ പറഞ്ഞ പോലെ ഒരാനയ്ക്ക് ഇപ്പോൾ നമ്മൾ തൃക്കടൂർ ശിവരാജു, മലയൻകീഴ് വല്ലഭനൊക്കെ നോക്കിയാൽ 3 ആനപ്പാപ്പന്മാരൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഒരു പാപ്പാനാണുള്ളത്. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ പോലും തീറ്റ സംവിധാനത്തിൽ ഒരാളെ ഇടാൻ ഫോറസ്റ്റ് പറഞ്ഞിട്ട് പോലും ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെയുള്ള ആനപ്പാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആനയ്ക്ക് തീറ്റ കൂലിയെന്ന് പറഞ്ഞാൽ പൈസ കിട്ടും. ആ പൈസയ്ക്കാണ് അവൻ 2 പേരും നിർത്തി കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് അവനും ആനയുടെ അടുത്തോട്ട് വരുന്നില്ല. സംഭവത്തിൻ്റെ ഭാഗത്ത് വലിയ അനാവസ്ഥയാണ്, ഭയങ്കര ഗുരുതരമായ അനാവസ്ഥയാണ്. അവർക്ക് ഇതിനെ കൊണ്ടുള്ള പൈസ മാത്രം മതി, വേറൊന്നും അവർ നോക്കുന്നില്ല. ഇപ്പോൾ അടുത്തിടെ ക്ഷേത്രോത്സവങ്ങൾക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഇപ്പോൾ അന്ന് നിങ്ങളൊരു മതപ്പാടിൻ്റെ അതിനുശേഷം കഴക്കൂട്ടം ക്ഷേത്രത്തിൽ ആ പാപ്പാൻ ഒറ്റയ്ക്കാണ് എഴുന്നള്ളിച്ചത്. ഈ ഉദ്യോഗസ്ഥർ എന്താണ് നിലവിൽ പറയുന്നത്? ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഞാൻ ഇന്ന് AC സംസാരിച്ചു. അപ്പോഴും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആനപ്പാപ്പാന്മാരുടെ ഇതാണ് ഇവിടെ ഉള്ളത്. 2 പാപ്പാന്മാർ ഉടനെ നിയമനം ഉണ്ടാവും.
ഉണ്ടായ ശേഷം ഇവിടുന്ന് മാറ്റുന്നേ ഉള്ളൂ. അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കാലവർഷക്കെടുതിയാണ് വരുന്നത്. അതുകൊണ്ട് തറ വൃത്തിയാക്കാൻ ഇനി സമയമെടുക്കും. ആ സമയം വരെ ഇതോടെ നിൽക്കണം ഒരു ഉറച്ച നിലപാടാണ് ദേവസ്വം ബോർഡ്. അത് ഞങ്ങൾ നാട്ടുകാരത് സമ്മതിക്കത്തില്ല. അടിയന്തരമായി ഈ ആനയെ ഇവിടുന്ന് കഴക്കൂട്ടത്ത് കൊണ്ടുപോവുകയും ഈ തറി റെഡിയാക്കുകയും ചെയ്യേണ്ട അത്യാവശ്യം. അതുപോലെ തന്നെ 3 ആനപ്പാപ്പന്മാരെയും നിലവിൽ ഉണ്ടാവണം. അത് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ആനയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓഫീസറാണ്, സബ് ഗ്രൂപ്പ് ഓഫീസർ ഉള്ളൂർ. പുള്ളി ഇവിടെ വരാറില്ല. പുള്ളി ഇതൊന്നും ബോധേടല്ല. പുള്ളിയെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാന്ന് ഇപ്പോഴും നിങ്ങൾ വന്ന് നോക്കിയാൽ ദേവസ്വം വിജിലൻസിന് പോലും പറയുന്നത് പുള്ളിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ തലയെടുപ്പോടുകൂടി നിന്ന ഇപ്പോൾ ഉള്ളൂർ കാർത്തികേയൻ വളരെ ക്ഷീണിതനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് കാരണമായിട്ട് ഒട്ടനവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പാപ്പാൻ്റെ അഭാവം തന്നെയാണ്. മറ്റൊന്ന് ദേവസ്വം ബോർഡിൻ്റെ പിടിപ്പുകേടായിട്ട് പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ അടിയന്തരമായിട്ടും ഇടപെട്ടാൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് നാട്ടുകാരടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.